എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകടകളിലൊക്കെ കാണുന്ന നാടൻ പലഹാരമായ മുന്തിരിക്കൊത്താണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ രുചികരവുമായ നല്ല ഒരു സ്നാക്കാണ്. ഇന്ന് ഞാൻ ഈ മുന്തിരിക്കൊത്ത് തയ്യാറാക്കുന്നത് നിസാറിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മുന്തിരിക്കൊത്ത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെറുപയർ എടുത്തിട്ടുണ്ട്. കപ്പ് കണക്കിനാണെങ്കിൽ 250 ml 2 കപ്പ് വരും. ഈ ചെറുപയർ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമ്മൾ വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഞാൻ ഇതുപോലെ ഒരുണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 125 ഗ്രാം വരും. ഈ ശർക്കരയൊക്കെ നിങ്ങളുടെ മധുരത്തിന്റെ ആവശ്യത്തിന് എടുക്കണം. ഈ ശർക്കര ഞാൻ ഒന്ന് പൊടിച്ച ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ അലിയിച്ചെടുത്തിട്ട് ഇതിനെ 2 പ്രാവശ്യം അരിച്ചെടുക്കും. ഈ ശർക്കരയിലെ അഴുക്കുണ്ടെങ്കിൽ മാറി കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഈ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം. നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ചുവട് കട്ടിയുള്ള പാൻ, അതായത് ഇരുമ്പ് ചട്ടി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇരുമ്പ് ചട്ടിയോ ഉരുളിയോ അതൊക്കെ ആകുമ്പോൾ ചൂട് ഒരേപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ കഴുകി വെച്ചിരിക്കുന്ന പയർ ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം. ഇതൊരു ഹാൻഡ് മെയ്ഡ് ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. അതായത് കൈകൊണ്ട് അടിച്ച് പരത്തിയെടുത്ത ഇരുമ്പ് ചട്ടിയാണ്. ഇതെനിക്ക് സൽമാൻ ഇപ്പോൾ കോഴിക്കോട് ഒരു ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കേണ്ടത്. കാരണം ഒന്നാം നമ്മളിത് വാഷ് ചെയ്തതുകൊണ്ട് ഇത് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് വറുത്ത് കിട്ടണം. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വറുത്തെടുക്കണം. പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വറുത്തെടുക്കരുത്. മുന്തിരിക്കൊത്തൊക്കെ കുറച്ച് ദിവസം ഇരിക്കാനുള്ളതല്ലേ. അപ്പം അത് നമ്മൾ അതുപോലെ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്താവും. നമ്മളിത് കരിഞ്ഞു പോകാതെ വേണം, അതായത് എല്ലാ സൈഡും ഒരേപോലെ വറുക്കത്തക്ക രീതിയിൽ വേണം ഇത് വറുത്തെടുക്കേണ്ടത്. പയറിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതായത് പയറിൻ്റെ പച്ച കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വരികയാണ്. നല്ല ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലതുപോലെ തണുത്തിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, കുറച്ച് തരിതരിപ്പ് വേണം. കണ്ടോ, പയർ ഇവിടെ ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം മാത്രമേ ഞാൻ പൊടിച്ചെടുക്കത്തുള്ളൂ. ഇനി പയർ വറുത്ത അതേ പാനിലേക്ക് തന്നെ ഫ്ലെയിം ഇതുപോലെ തന്നെ കുറച്ചിട്ടിട്ട് ഈ തേങ്ങയൊന്ന് വറുത്ത് കൊടുക്കാം. തേങ്ങ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. തേങ്ങ ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുത്താൽ മതി. അതായത് ഈ തേങ്ങയുടെ ഈർപ്പം മാറിക്കിട്ടണം, അത്രമാത്രം മതിയാകും. നമ്മൾ കറിക്കൊന്നും വറുത്തെടുക്കുന്നത് പോലെ അത്രയും മൂത്ത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈർപ്പം നല്ലതുപോലെ മാറണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ കേടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയും വറുത്തത് മതിയാകും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ ഇവിടെ ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പൊടിച്ചെടുക്കാം. ഈ വറുത്തെടുത്ത അതേ പാനിലേക്ക് തന്നെയാണ് ഞാൻ ശർക്കര പാനി ഒഴിച്ചെടുക്കുന്നത്. ആ പാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഞാനിവിടെ 1.5 കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ ശർക്കര അലിയിച്ചിട്ട് 2 പ്രാവശ്യം അരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇത് തിളപ്പിച്ച ശർക്കര പാനി തന്നെയാണ്. വീണ്ടും ഇതൊന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുത്തിട്ട് ഈ ചെറുപയർ ഇട്ടിട്ട് ഞാനിവിടെ കുറേശ്ശെ ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ വേണം പൊടിച്ചെടുക്കേണ്ടത്. കണ്ടോ, തീരെ പൗഡറാക്കിയല്ല പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്കിട്ട് പൊടിച്ചെടുക്കാം. ചെറുപയറെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും
ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത്രയും ചേർത്താൽ മതി. ഫ്ലേവർ കുറച്ച് മതിയെങ്കിൽ അതിൽ കുറച്ച് ചേർത്തെടുത്താൽ മതി. 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും തേങ്ങയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ചൂടോടെ തന്നെ കയ്യിലെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കുമ്പം ഇതുപോലെ ഉരുള പിടിക്കണം. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് വലുതാകരുത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന മുന്തിരിക്കൊത്തൊക്കെയാണ് ഒരുപാട് വലിപ്പം ഉള്ളത്. ശരിക്കും ട്രഡീഷണൽ മുന്തിരിക്കൊത്ത് വളരെ ചെറുതാണ്. ഇതുപോലെ ഇരിക്കത്തുള്ളൂ. ഒരു നെല്ലിക്കയുടെ വലിപ്പമേ കാണത്തുള്ളൂ മുന്തിരിക്കൊത്തിന്. നല്ല ടൈറ്റായിട്ട് വേണം ഇത് നമ്മൾ പിടിച്ചെടുക്കേണ്ടത്. കണ്ടോ? ഈ ഒരു സൈസിൽ എടുത്താൽ മതി. ഈ സൈസിൽ തന്നെ നമ്മൾ ഉരുളകളാക്കി പിടിച്ചെടുക്കണം. അതുപോലെ തണുത്തിട്ട് നമ്മളിത് പിടിച്ചെടുക്കാൻ നോക്കരുത്. അപ്പം നമുക്കിത് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഇതുപോലെ ചൂടായിട്ട് തന്നെ നമ്മൾ പിടിച്ചെടുക്കാൻ നോക്കണം. ഇനി ഇരിക്കുന്ന മാവെല്ലാം ഇതുപോലെ ഉരുളയാക്കി പിടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ എല്ലാം ഇത് ഉരുളകളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് 47 ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ്, അതായത് 250 ml കപ്പില് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരിപ്പൊടിക്കൊപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദാമാവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ ആ മഞ്ഞളിൻ്റെ ഒരു ചുവ വരും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് കലക്കിയെടുക്കാം. പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് കലക്കിയെടുക്കുന്നത്. വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് വെള്ളം ഇതിലേക്ക് കുറച്ച് കൂടുതൽ ചേരും. ലൂസാക്കി കലക്കിയെടുക്കരുത്, ഒരുപാട് കട്ടിയാകരുത്. ഈ ഒരു കട്ടിയിൽ വേണം ബാറ്റർ നമ്മൾ കലക്കിയെടുക്കേണ്ടത്. ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് മുക്കി ഫ്രൈ ചെയ്യാൻ നേരം ഈ ബാറ്റർ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉരുള ഈ ബാറ്ററിലേക്ക് മുക്കി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേണം മുക്കിയെടുക്കേണ്ടത്. കണ്ടോ? എണ്ണ ചൂടായ ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് റെഡി ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല പതഞ്ഞു വരും. പിന്നെ ഈ പതിയെ പതിയെ അടങ്ങി വരുമ്പോഴാണ് ഇത് നമ്മളിത് റെഡിയായെന്ന് മനസ്സിലാകുന്നത്. അതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. മുന്തിരിക്കൊത്തായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ എണ്ണയിലിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, മുന്തിരിക്കൊത്തിൻ്റെ ബാറ്റർ വന്നിട്ട് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ? ഇത് എണ്ണ ഒടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. ബാക്കിയിരിക്കുന്ന ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ മാവും നമുക്ക് ഇതുപോലെ തന്നെ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മളിത് സെപ്പറേറ്റ് ചെയ്യാൻ ഇത് ഇട്ടുടൻ തന്നെ ശ്രമിക്കരുത്. ഇതൊന്ന് റെഡിയായ ശേഷം മാത്രമേ ഇത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കാവൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്റർ പൊട്ടിപ്പോവും. മുന്തിരിക്കൊത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ 4 മണി പലഹാരമാണ്. നിങ്ങൾ കണ്ടല്ലോ, വളരെ വേഗം തന്നെ ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഇനിയും ഇതുപോലെയുള്ള നാടൻ പലഹാരങ്ങളുമായി ഞാൻ വരാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട.